ഹലോ ഫ്രണ്ട്സ്, മഴതോരം മുമ്പയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും കാത്തിരുന്നത് പോലെ ബാലചന്ദ്രൻ ആ വലിയ രഹസ്യം മനസ്സിലാക്കുകയാണ്. അലീന വൈജയന്തിയുടെ സ്വന്തം മകളാണെന്നുള്ള രഹസ്യം ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ബാലചന്ദ്രൻ ആ രഹസ്യം തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് പോകുന്നത്. അങ്ങനെ അലീന ഹോസ്പിറ്റലിലാണല്ലോ. ബാലചന്ദ്രൻ്റെ അടുത്ത് ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, ഇനി പേടിക്കാനൊന്നുമില്ല, എല്ലാം റെഡിയായിട്ടുണ്ട്, ഇനി ബോധം തെളിയേണ്ട താമസം കൂടെയുള്ളൂ, അതുകൂടെ ആയാൽ അലീന രക്ഷപ്പെട്ടു എന്ന് തന്നെ നമുക്ക് കരുതാമെന്ന്. ഇവിടെ രോഹിത്തും ഹരിശങ്കറും ഒക്കെ ആകെ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അലീനയുടെ വിവരങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന രോഹിത്തിനോട് ഹരിശങ്കർ പറയുന്നുണ്ട്, എന്തായാലും അവൾക്ക് ജീവനുണ്ടായത് നന്നായി, കൊലക്കുറ്റത്തിന് നമുക്ക് ജയിലിൽ പോകണ്ടല്ലോ. അവൾക്ക് ബോധം തെളിഞ്ഞ നമ്മുടെ രണ്ടുപേരുടെയും പേര് പറയും. അവളെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ നമ്മളെ പോലീസ് അറസ്റ്റും ചെയ്യും. പക്ഷേ ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടാകാത്ത സ്ഥിതിക്ക് രോഹിത്തിനോട് പേടിക്കാതിരിക്കാൻ ഉപദേശിക്കുന്നുണ്ട് ഹരി. അങ്ങനെ ഏറെ വൈകിട്ടും രോഹിത്തും ഹരിശങ്കറും വീട്ടിലേക്ക് എത്താത്തത് കാണുമ്പോൾ വൈജയന്തി ഹരിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഹരി എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നുണ്ട്, ആൻറ്റി അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നെന്ന് അറിഞ്ഞല്ലോ, ആ അലീനയ്ക്ക് ബോധം തെളിഞ്ഞോ? ആൻറ്റി ഇപ്പോൾ ഹോസ്പിറ്റലാണോ ഉള്ളത്? അതേസമയം വൈജ മറുപടി കൊടുക്കുന്നുണ്ട്, അലീനയ്ക്ക് ബോധം തെളിഞ്ഞുവെന്നും പക്ഷേ അവളുടെ കയ്യിൽ നിന്ന് സ്വയം പറ്റിയതാണെന്നാണ് അവൾ പോലീസിന് കൊടുത്ത മൊഴിയെന്നും. ഇതറിയുന്നതും ഹരിക്കും രോഹിതിനും ഒക്കെ ആശ്വാസമാകും. അലീനയാണെങ്കിൽ പോലീസുകാർ ചോദ്യം ചെയ്യാൻ എത്തിയപ്പോൾ പോലീസുകാരോടും അതുപോലെ ഡോക്ടറോടും ഒക്കെ പറഞ്ഞത്, എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ സ്റ്റെപ്പുകൾ ഇറങ്ങുന്ന സമയത്ത് കത്രിക അറിയാതെ കുത്തി കയറിയതാണ്, മാത്രമല്ല അതിനുശേഷം വേറൊന്നും എനിക്ക് ഓർമ്മയുണ്ടായില്ല, രക്തം കണ്ടപ്പോൾ ഞാൻ ബോധം കെട്ടതാവാം, പിന്നെ എന്താ അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെയാണ്. എന്തായാലും പോലീസുകാർ അലീനയുടെ ഈ മൊഴി വിശ്വാസയോഗ്യമായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. എന്നാൽ ഡോക്ടറിന് അതത്ര വിശ്വാസമാവുന്നില്ല. ഡോക്ടർ ചോദിക്കുന്നുണ്ട് അലീനയോട്, ശരിക്കും എന്താണ് സംഭവിച്ചത്, അലീന കള്ളമൊന്നും പറയരുതെന്ന്. എന്നാൽ അലീന ഡോക്ടറോട് ഉറപ്പിച്ച് തന്നെ പറയും, ഞാൻ പറഞ്ഞത് തന്നെയാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതെന്ന്. ഇതേ സമയം രേവതിക്കുട്ടിയും അലീനയ്ക്ക് സംഭവിച്ചതറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുന്നുണ്ട്. രേവതിക്കുട്ടിയുടെ ഈ വിഷമാവസ്ഥ കണ്ട് ഗ്രേസാമിയും അതുപോലെ തന്നെ മാമച്ചനും കൂടിയിട്ടാണ് അവളെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോരുന്നത്. അങ്ങനെ മനുവിനോടെല്ലാം ചോദിച്ചറിഞ്ഞ് അലീനയുടെ റൂമിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ് രേവതിക്കുട്ടി. ബാലചന്ദ്രനാണെങ്കിലും ആശ്വാസമാവുകയാണ്. കാരണം അലീനയുടെ ബോധമല്ല ഇപ്പൊ തെളിഞ്ഞു, ആ മോശം കണ്ടീഷനിൽ നിന്നൊക്കെ റിക്കവേർഡായി. അപ്പൊ ആ രീതിയിലെല്ലാം ആശ്വസിക്കുന്ന ബാലചന്ദ്രൻ പിന്നീട് അലീനയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, പോലീസുകാർക്ക് അലീന കൊടുത്ത മൊഴി സത്യം തന്നെ അല്ലേ എന്ന്. അലീനയാണെങ്കിൽ വളരെ കൂളായിക്കൊണ്ട് തന്നെ, അതെ സർ, ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ല എന്ന് തന്നെ ആണയിടുന്നുണ്ട് ബാലേന്ദ്രന് മുന്നിൽ. അപ്പോഴേക്കും രേവതിക്കുട്ടി വരികയാണ്. മനുവിനോട് ചോദിക്കുന്നുണ്ട് രേവതിക്കുട്ടി, എൻ്റെ ചേച്ചിക്ക് എന്നതാ പറ്റിയെന്ന്. അത് പിന്നെ മോളെ, അവളൊന്ന് ചെറുതായിട്ട് വീണു, പക്ഷെ ആ വീഴുന്നതിനിടയിൽ കത്രിക സ്വയം വയറ്റിലേക്ക് കുത്തിക്കയറി. എന്നാൽ ഇതറിയുന്ന രേവതിക്കുട്ടിക്ക് അതൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. രേവതി പിന്നെ ഒട്ടും മടിക്കാതെ അലീനയുടെ റൂമിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടി ചെല്ലുകയാണ്. രേവതിക്കുട്ടിയെ കാണുമ്പോൾ അലീനയ്ക്ക് ഒത്തിരി സന്തോഷമാവും. ശേഷം രേവതിക്കുട്ടി അലീനയോട് തുറന്നു ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചിക്ക് എന്താ പറ്റിയത്? കത്രിക അറിയാതെ വയറ്റിലേക്ക് കുത്തിക്കയറിയെന്നോ? എന്തോ എനിക്കിതൊന്നും വിശ്വസിക്കാനാവുന്നില്ല. അലീനയാണെങ്കിൽ രേവതിയുടെ അടുത്തും കള്ളം തന്നെയാണ് പറയുന്നത്. തൻ്റെ ഭാഗത്തു നിന്നും അബദ്ധത്തിൽ സംഭവിച്ച ഒരു കാര്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ രേവതിക്കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. എന്നോട് കള്ളം പറയേണ്ടെന്ന് തന്നെ പറയും. പിന്നെ ഇന്നലെ രോഹിത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ചേച്ചി ഫോൺ കട്ട് ചെയ്തത്, രോഹിത്ത് ക്ലാസ് കട്ട് ചെയ്ത് വന്നു, നാരങ്ങാവെള്ളം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ അതിനെപ്പറ്റിയെല്ലാം രേവതിക്കുട്ടി അലീനയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ അലീനയ്ക്ക് നൽകാനുള്ള മരുന്ന് വായിച്ചുകൊണ്ട് വന്നിട്ട് അത് സിസ്റ്ററുടെ കയ്യിൽ കൊടുക്കാനായിട്ട് ആ വാതിൽ തുറക്കുന്ന സമയത്താണ് രേവതിക്കുട്ടിയും അലീനയും കൂടെ സംസാരിക്കുന്നത് ബാലേന്ദ്രൻ കേൾക്കാനിടയാകുന്നു. രേവതിക്കുട്ടിയാണെങ്കിൽ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അലീനയോട് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ചേച്ചി ശരിക്കും ഉണ്ടായത്? ചേച്ചിയുടെ ഫോൺ എവിടെ? അതിലേക്ക് വിളിക്കുമ്പോൾ ഇപ്പോൾ സ്വിച്ച് ഓഫ് എന്നാണല്ലോ പറയുന്നത്. അല്ല പിന്നെ രോഹിത്തേട്ടൻ അങ്ങോട്ട് വന്നിട്ട് എന്താ രോഹിത്തേട്ടൻ ചെയ്തത്? അലീന അങ്ങനെ എല്ലാ കാര്യങ്ങളും രേവതിക്കുട്ടിയോട് തുറന്നു പറയാൻ തയ്യാറാവുകയാണ്. അത് പിന്നെ രോഹിത്തിന്റെ കൂടെ അവനും ഉണ്ടായിരുന്നു, ആ ഹരി. രോഹിത്ത് ആദ്യം എന്നോട് നാരങ്ങാവെള്ളം ചോദിച്ചപ്പോൾ ഞാനും അതുമായിട്ട് മുകളിലേക്ക് പോയി. നാരങ്ങാവെള്ളത്തിന് എന്തോ ചവർപ്പുണ്ടെന്ന് അത് കുടിച്ചിട്ട് അവൻ എന്നോട് പറഞ്ഞു. എന്നിട്ട് അത് എന്നെ കൊണ്ട് കുടിപ്പിക്കാൻ നോക്കി. അതിലെന്തോ മയക്കുമരുന്ന് കലർത്തി എനിക്ക് കുടിക്കാൻ തരാനായിരുന്നു അവരുടെ പ്ലാൻ. സ്വന്തം സഹോദരനാൽ പീഡിപ്പിക്കപ്പെടാതിരിക്കാനും ഞാൻ സ്വയം കത്രികയെടുത്ത് എൻ്റെ വയറ്റത്ത് കുത്തിയത്. അങ്ങനെയെങ്കിലും അവരുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, സ്വന്തം സഹോദരനാൽ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സമയത്ത് അങ്ങനെ ചെയ്തത്. അവൻ എന്തെങ്കിലും എന്നെ ചെയ്തു പോയാൽ, അവൻ എന്തെങ്കിലും ഒരിക്കൽ ഞാൻ അവൻ്റെ ചേച്ചിയാണെന്ന് അറിയുന്ന നിമിഷം അവനത് എങ്ങനെ സഹിക്കാൻ കഴിയും? അതുകൂടെ ആലോചിച്ചിട്ടാ. പാപമല്ലേ അത്? ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ. ഞാൻ അവൻ്റെ ചേച്ചിയാണെന്ന് അറിയാതെയല്ലേ അവൻ എന്നോട് ഇങ്ങനെയെല്ലാം ചെയ്തത്. അപ്പോൾ എല്ലാ സത്യങ്ങളും അറിയുന്ന ഞാൻ അതിനെ പ്രതിരോധിച്ചേ പറ്റൂ, ഏത് രീതിയിലും തടഞ്ഞേ പറ്റൂ. അങ്ങനെ അലീനയിൽ നിന്നും സത്യങ്ങളെല്ലാം അറിയുന്നത്
പറയുന്നതും രേവതിക്കുട്ടി അങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. എല്ലാം കേട്ടുകൊണ്ട് മരവിച്ച മനസ്സുമായി ബാലചന്ദ്രനും വാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ടാവും. അലീനയും രേവതിക്കുട്ടിയാണെങ്കിൽ ബാലചന്ദ്രനെ കാണുന്നുമില്ല. രേവതിക്കുട്ടിയാണെങ്കിലും വിഷമത്തോടെ അലീനയോട് പറയുന്നുണ്ട്, എന്നാൽ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് ചേച്ചിയുടെ അമ്മ ഇവിടേക്കൊന്ന് വന്നു നോക്കിയോ? ചേച്ചി സ്വന്തം മോളാണെന്ന് അവർക്ക് അറിയില്ലെങ്കിലും രക്തത്തെ തിരിച്ചറിയുമെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. എന്നിട്ടും ആ അമ്മയ്ക്ക് ഈ മോളെ എന്തുകൊണ്ടാണ് തിരിച്ചറിയാത്തത്? അലീന രേവതിയോട് പറയുക, വേണ്ട മോളെ, ഇവിടുത്തെ സാറിനും മനുവേട്ടനും ഒക്കെ എന്നെ വളരെ ഇഷ്ടമാണ്. അതുമാത്രം മതി എനിക്ക്. സാർ ഇവിടെ ഓടി നടക്കുന്നത് കണ്ടാൽ തന്നെ അറിയാലോ സാറിനൊക്കെ എന്നോടുള്ള സ്നേഹം എന്തുമാത്രമാണെന്ന്. എൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ സാറിനും മനുവേട്ടനും ഒക്കെ ഒരുപാട് വിഷമമായിട്ടുണ്ട്. പാവം സാർ, ആ സാറിന് ഒരു വിഷമവും ഉണ്ടാവാൻ പാടില്ല. സാറിനെ ഓർത്ത് മാത്രമാണ് ഞാൻ എല്ലാം എൻ്റെ മനസ്സിൽ തന്നെ വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ആ സ്ത്രീയുടെ മുഖത്ത് നോക്കി എല്ലാം വിളിച്ച് പറയുമായിരുന്നു. രേവതിക്കുട്ടി അപ്പോൾ പറയാ, എന്നാലും ഇങ്ങനെയുണ്ടോ ഓരോ സഹോദരന്മാര്? ഇത്രയും വൃത്തികെട്ടവന്മാരാണോ അവരൊക്കെ? ഇനിയിപ്പോൾ ചേച്ചിയുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയാണെങ്കിലും അവർ ഇത് തന്നെ ചെയ്യുമല്ലോ. ഇങ്ങനെയെല്ലാം രോഹിത്തിനെയും ഹരിയും പറ്റിയൊക്കെ വളരെ ദേഷ്യത്തോടെ രക്തം തിളച്ചുകൊണ്ട് പറയുന്നുണ്ട് രേവതിക്കുട്ടി. ഇതേ സമയത്ത് അലീന രേവതിക്കുട്ടിയോട് മനുവേട്ടനോ സാറോ ചിലപ്പോൾ ഇങ്ങോട്ട് വരും, അതുകൊണ്ട് നീ ഒന്ന് പതുക്കെ പറയുകയാണ്. ബാലചന്ദ്രനാണെങ്കിൽ സത്യങ്ങളെല്ലാം അറിഞ്ഞ് ആകെ തകർന്ന അവസ്ഥയിലായിരിക്കും. നെഞ്ചിലൊക്കെ വല്ലാത്ത ഒരു ഭാരം അനുഭവപ്പെടുന്നുണ്ട്. ഹൃദയം പൊട്ടിയിട്ടാണ് ബാലചന്ദ്രൻ തന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ വീട്ടിലെത്തിയ പാടെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് വൈജ എന്ന് ചോദിക്കുന്നുണ്ട്, അല്ല ബാലചന്ദ്രൻ ഇങ്ങോട്ട് പോന്നോ? എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? അവിടെ തന്നെ അവൾക്ക് കൂട്ടിരിക്കാമായിരുന്നല്ലോ എന്നിങ്ങനെ. ബാലചന്ദ്രൻ പക്ഷെ ഒന്നും മിണ്ടാതെ വൈജിയെ ഒന്ന് വല്ലാതെ നോക്കിയതിന് ശേഷം ഒരു മൈൻഡ് പോലും ചെയ്യാതെ മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. അങ്ങനെയും പോകുന്ന ബാലചന്ദ്രനെ കണ്ടിട്ട് ഈ മനുഷ്യന് ഇത് എന്ത് പറ്റിയെന്ന് ചിന്തിക്കുന്നുണ്ട് വൈജയും. ബാലചന്ദ്രൻ പിന്നീട് രോഹിത്തിന്റെ റൂമിലെല്ലാം കയറുന്നുണ്ട്. അവിടെ യാതൊരു തെളിവുകളും ഇല്ല, എല്ലാം നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രോഹിത്തിന്റെ മുഖത്തെ മുറിവ് കണ്ടപ്പോൾ അലീനെ ആക്രമിച്ചതായി ബന്ധപ്പെട്ട് ബാലചന്ദ്രൻ രോഹിത്തിനെ ചോദ്യമൊക്കെ ചെയ്യുന്നുണ്ട്. രോഹിത്ത് ആണെങ്കിൽ പല കള്ളവും പറയുന്നുണ്ട് ബാലചന്ദ്രന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ. പക്ഷെ ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് തന്നെ അലീന പോലീസിൽ സത്യം പറയാത്തത് കൊണ്ടാണ് ഹരിയും നീയും ഒക്കെ ഇപ്പൊ ജയിലിൽ പോകാത്തതെന്ന് പറഞ്ഞ് സ്വന്തം ചേച്ചിയെ പോലുള്ള ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് ബാലചന്ദ്രൻ രോഹിത്തിനെ പൊതിരെ തല്ലുന്നുണ്ട്. വൈജയന്തിക്കാണെങ്കിൽ ബാലചന്ദ്രൻ തന്നോട് ഇങ്ങനെ അകന്നു മാറുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ അലീന ബാലചന്ദ്രന് കൈവിഷം കൊടുത്തതാണോ എന്ന് വരെ വൈജ ഇതേ ഒരു അവസരത്തിൽ സംശയിച്ചു പോകും. അങ്ങനെ ആ ഒരു സംശയത്തിന്റെ പേരിൽ അലീനയൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് വൈജ. പിന്നീട് ഒരിക്കൽ ബാലചന്ദ്രനും അലീനയും സ്നേഹത്തോടെ സംസാരിക്കുന്നത് കാണുമ്പോൾ ഇയാൾക്ക് ഇവളോട് മുടിഞ്ഞ പ്രേമമാണെന്നും അതുകൊണ്ട് തന്നെ ഒഴിവാക്കാൻ നോക്കുകയാണെന്നും എല്ലാം ചിന്തിച്ച് വൈജ പിന്നീട് വീട്ടിൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അലീനയെ പിന്നീട് ആട്ടി ഇറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് വൈജ. എന്റെ ഭർത്താവിനെ നീ പാട്ടിലാക്കാൻ നോക്കുകയാണെന്നെല്ലാം പറഞ്ഞ് അലീനയെ വൃത്തികെട്ടവൾ എന്ന് വരെ വിശേഷിപ്പിച്ച് വൈജ ഇറക്കി വിടാൻ നോക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ ദേഷ്യം കയറിയ ബാലചന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, ആരാണ് വൃത്തികെട്ടവളെന്നും പിഴച്ചു പറ്റവളെന്നും സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കാൻ. ബാലചന്ദ്രൻ ആ വാക്കുകൾ കേട്ട് വൈജിയാണെങ്കിലും ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കും. അപ്പോൾ ഇതേ രീതിയിലുള്ള അടിപൊളി എപ്പിസോഡുകളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.